ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കി. The building is dash the river. The building is dash the river. Choose the correct preposition to fill in the blanks. ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ്. ഓപ്ഷനിലായിട്ട് ബിസൈഡ് ഉണ്ട്, ഇന്നുണ്ട്, ബിസൈഡ്സ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്. നോക്കിയേ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ഒന്ന് ചെയ്യണേ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബിസൈഡാണ്. എ ഓപ്ഷനായിട്ടുള്ള ബിസൈഡാണ്. അപ്പം എന്താണ് ഈ ബിസൈഡിൻ്റെ പ്രത്യേകത? ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികിൽ അല്ലെങ്കിൽ സമീപത്ത് എന്നർത്ഥം വരുന്നു. ബിസൈഡിൻ്റെ അർത്ഥം എന്താ? ബിസൈഡിൻ്റെ മീനിങ്, ബിസൈഡ് മീൻസ് അരികിൽ. നമ്മൾ ഈ സൈഡ് ഓർക്കുക. സൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്നല്ലേ? അരികിൽ അല്ലെങ്കിൽ സമീപത്ത് എന്ന് അർത്ഥം വരുന്നത്. അരികിൽ അല്ലെങ്കിൽ സമീപത്ത്. എന്നാ ബിസൈഡ്സ് എന്ന് പറഞ്ഞാലോ, ബിസൈഡ്സ് മീൻസ് കൂടാതെ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. കൂടാതെ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ അപ്പ്, എബോ, അതുപോലെ ബിലോ, അതുപോലെ അണ്ടർ. വ്യത്യാസം പറഞ്ഞേ. എബോ, ബിലോ, അണ്ടർ. പ്രിപ്പോസിഷൻ എബോ മുകളിൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മുകളിൽ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. മുകളിൽ എന്നർത്ഥം വരുന്നത്. ബിലോ ആണെങ്കിൽ താഴെ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. അണ്ടർ ആണെങ്കിൽ അടിയിൽ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. അടിയിൽ, ഒരു വസ്തുവിന് അടിയിലിരിക്കുന്നു. അണ്ടർ ദ ബെഞ്ച്, അണ്ടർ ദ ഡെസ്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഇൻറ്റു എവിടെ ഉപയോഗിക്കുന്നു? ഇൻറ്റു ഒന്നിനുള്ളിലേക്കുള്ള ചലനം. ഒന്നിനുള്ളിലേക്ക് ഉള്ള ചലനം. ഒന്നിനുള്ളിലേക്ക് എന്ന് സൂചിപ്പിക്കും. ഇൻറ്റു ദ സ്ട്രീറ്റ്, ഇൻറ്റു ദ വാട്ടർ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. എന്നാൽ അപ്പോൺ ആണെങ്കിൽ, അപ്പോൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ എന്നർത്ഥം വരുന്നിടത്ത് ഉപയോഗിക്കുന്നു. ഒന്നിനു മുകളിൽ എന്നർത്ഥം വരുന്നിടത്ത് ഉപയോഗിക്കുന്നു. ഓക്കെ. എന്നാൽ അതുപോലെ ത്രൂ ആണെങ്കിൽ, ത്രൂ എന്ന് പറഞ്ഞാലോ ഒന്നിലൂടെ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. ഒന്നിലൂടെ കടന്നുപോയി. ത്രൂ ദ റോഡ്, ത്രൂ ദ വിൻഡോ, ത്രൂ ദ ഗ്ലാസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓവർ ആണെങ്കിൽ, ഓവർ കഴിഞ്ഞു എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് കഴിഞ്ഞു. അതുപോലെ ഒന്നിനു മുകളിലൂടെ, ഒന്നിന് മുകളിലൂടെ എന്നർത്ഥം വരുന്നത് മുകളിലൂടെ. ഒന്നിനു മുകളിലൂടെ എന്നർത്ഥം വരുന്നിടത്തും ഉപയോഗിക്കും. ഒന്നിനു മുകളിലൂടെ എന്നർത്ഥം വരുന്നിടത്ത് ഉപയോഗിക്കും. ഓവർ. ഓക്കെ. ഇപ്പൊ ഇന്നാണെങ്കിൽ ഇന്ന് ഒന്നിനുള്ളിൽ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിനുള്ളിലിരിക്കുന്നു. ഇൻ ദി ബാഗ്, ഇൻ ദി ബോട്ടിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓൺ ആണെങ്കിൽ ഓണ് ഒന്നിനു മുകളിൽ. ഒന്നിനിവിടെ അപ്പോണും ഓണും തമ്മിൽ വ്യത്യാസം. ഒന്നിനു മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓണും, ഒന്നിനു മുകളിലേക്ക് എന്നർത്ഥത്തിൽ എന്ത് ചെയ്യും? ഒരു വസ്തുവിന്റെ മുകളിലേക്ക് എന്നർത്ഥത്തിൽ അപ്പോണാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഓണ് ഒന്നിനു മുകളിൽ എന്നർത്ഥവും. അതേപോലെ തീയതികൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിച്ച് പറയാം. പൂർണ്ണമായ തീയതികൾ. അതുപോലെ ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ഉപയോഗിച്ച് പറയാം. അതുപോലെ കാൽനടയായി നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഫൂട്ട് പറയാറുണ്ട്. പിന്നെ അതുപോലെ ഇന്നാണെങ്കിൽ മാസത്തിന് മുന്നിൽ ഇന്നുപയോഗിച്ച് പറയാം. വർഷത്തിന് മുന്നിൽ ഇന്നുപയോഗിച്ച് പറയാം. എന്ത് ചെയ്യും? അതുപോലെ ലോങ് ഡ്യൂറേഷൻ പീരീഡ്, ഇൻ ദി മോർണിംഗ്, ഇൻ ദി നൈറ്റ്, ഇൻ ദി ഈവനിങ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇന്നുപയോഗിച്ചിട്ട് പറയാം. അറ്റാണെങ്കിൽ അറ്റ് സമയം, വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റ് ഉപയോഗിച്ച് പറയാം. ഓക്കെ. ആഘോഷങ്ങൾക്ക് മുന്നിൽ അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. അതുപോലെ എന്ത് ചെയ്യും? കൃത്യസ്ഥലങ്ങൾക്ക് മുന്നിൽ അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. വ്യക്തമായ സ്ഥലത്തിന് മുന്നിലും അറ്റ് ഉപയോഗിച്ചിട്ട് പറയും. എന്നാൽ രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങൾ, കോണ്ടിനെന്റുകളൊക്കെ ആണെങ്കിൽ ഇന്നാണ് ചേർത്തിട്ട് പറയും. അപ്പൊ ഇവിടുത്തെ നമ്മളെ ഉത്തരം എന്ന് പറയുന്നത് ബിസൈഡ്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ നമ്മുടെ ബിറ്റ്വീനും യമങ്ങും തമ്മിൽ വ്യത്യാസം പറയാം. ബിറ്റ്വീൻ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് യമം ഉപയോഗിക്കുന്നു. ബിറ്റ്വീൻ രണ്ട് വസ്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ
എമങ് രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ. ഓക്കെ, അടുത്ത് നോക്കി രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ്? ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വിയർ ദെയർ കോട്ട്സ്. ഒന്നാമത്തെ ഓപ്ഷൻ. ഒന്നാമത്തത് യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. രണ്ടാമത്തത് ദ ഡ്രൈവർ ഹാഡ് ബെറ്റർ വോർ സീറ്റ് ബെൽറ്റ്. മൂന്നാമത്തത് ഐ ഹാഡ് നോട്ട് ബെറ്റർ ടു ബി ലേറ്റ്. നാലാമത്തത്. ഇതിൽ ഏതാണ് ശരി? എല്ലാവരും ഒന്ന് ഉത്തരം ചെയ്തേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് എപ്പോഴും V1 ആയിരിക്കണം. നമുക്ക് ഇവിടെ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് V1 ആണ് വന്നിരിക്കുന്നത്. വെയർ എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് 2 + V1 വന്നാൽ തെറ്റാണ്. ഇവിടെ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് V2 ആണ് കിടക്കുന്നത്, തെറ്റാണ്. V2 വരാൻ പാടില്ല. ഇവിടെയും ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ 2 + V1 ആണ് കിടക്കുന്നത്, തെറ്റ്. ഇപ്പൊ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 വരണം. അതുപോലെ വരുന്ന വാക്കാണ് ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, അതുപോലെ ഹാഡ് സൂണർ. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഏത് ഉത്തരം? V1 ഉത്തരം. അതുപോലെ വുഡ് ബെറ്റർ, അടുത്ത വാക്കുകളാണ് വുഡ് ബെറ്റർ. അതുപോലെ വുഡ് റാദർ, അതുപോലെ വുഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ കഴിഞ്ഞാലും V1. ഈ വുഡ് റാദറിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷയിൽ ചോദിച്ചതുമാണ്. വുഡ് റാദർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? തുടർന്നൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? V2 ആയിരിക്കണം. പഠിച്ചു വെച്ചിരിക്കണം. വുഡ് റാദർ പ്ലസ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കണം. ഇനി അതേപോലെ റാദർ ദാൻ, അടുത്തതാണ് റാദർ ദാൻ, അതുപോലെ സൂണർ ദാൻ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? V1. റാദർ ദാൻ, സൂണർ ദാൻ കഴിഞ്ഞാലും V1 ആയിരിക്കണം. അതുപോലെ മോഡൽ ഓക്സിലറി വെർബ്, അതായത് വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി വെർബിന് പറയുന്ന പേരാണ് മോഡൽ ഓക്സിലറി. ഇവ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കണം. അതുപോലെ പഠിക്കേണ്ട വാക്കാണ് ലെറ്റ്, അതുപോലെ മേക്ക്, മെയ്ഡ്, ബിഡ്. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്. വാച്ച്, അതുപോലെ സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. വാക്കുകൾ പറഞ്ഞ് എല്ലാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കഴിഞ്ഞിട്ട് തുടർന്ന് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1 ആയിരിക്കും. തുടർന്ന് വരുന്ന ഉത്തരം V1 ആയിരിക്കും. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. ടോപ്പിക്ക് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസീവ് ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്. ഐ നോ ഹിം. നോക്ക്, ഐ നോ, KNOW, നോ ഹിം നമ്മൾ പഠിച്ചതാണ്. വെർബ് എന്ത് ചെയ്യുന്നു? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വന്നു കഴിഞ്ഞാൽ പാസീവിൽ ഒബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈസ്, ആം, ആറ് പ്ലസ് V3 ഈസ്, ആം, ആർ പ്ലസ് V3. നമുക്ക് നോ എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ നമുക്ക് ഹിം ഒബ്ജക്റ്റ് ആണ്, ഐ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹിം എന്തായിട്ട് മാറുന്നു? ഒബ്ജക്റ്റ് ഹി ആയിട്ട് മാറുന്നു. ഹി സിംഗുലർ ആയിട്ട് ഈസ്, ആം, ആറിൽ ഏതെടുക്കാം? ഈസ്. ഹി ഈസ് നോൺ, KNOW, ഹി ഈസ് നോൺ എന്ന ഓപ്ഷൻ ഉള്ള നോക്കിയേ. ഹി ഒന്നാമത്തേൽ ഇല്ല, രണ്ടാമത്തേൽ കണ്ട ഹി ഈസ് നോൺ, മൂന്നാമത്തേൽ ഹി നോസ് ആണ് കിടക്കുന്നവരില്ല, നാലാമത്തെ ഇല്ല. ഹി ഈസ് നോൺ. നോക്ക്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയോണേ. ഇവിടെ നമ്മൾ ബൈ അല്ല ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. പാസീവ് വോയിസിൽ എല്ലാവരും ശ്രദ്ധിച്ചോണേ.
പാസീവ് വോയിസിൽ നോൺ KNOWN നോൺ കഴിഞ്ഞാൽ തുടർന്ന് ബൈ ചേർക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ബൈ മീ എന്നും കിടപ്പുണ്ട്, ടു മീ എന്നും കിടപ്പുണ്ട്. അപ്പം നോൺ എന്ന വാക്ക് കഴിഞ്ഞാൽ അതിനോടൊപ്പം ടു പ്ലസ് സബ്ജക്റ്റ് ആണ് ചേർക്കേണ്ടത്. സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ടു ചേർത്ത് സബ്ജക്റ്റ് എഴുതണം. അതായത് ബൈക്ക് പകരം എന്ത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. അപ്പം ബൈക്ക് പകരം ടു ഉപയോഗിക്കുന്ന പാസീവിൽ വാക്കേതാണ്? നോൺ. KNOWN നോണിലാണ്. V3 ഫോം നോണിലാണ് വന്ന് അവസാനിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്നത് ബൈ ചേർത്ത് സബ്ജക്റ്റ് എഴുതരുത്, പകരം ടു ചേർത്ത് സബ്ജക്റ്റ്. നമ്മളിവിടെ സബ്ജക്റ്റ് ഐ ആയിരുന്നു, ഐ എന്തായിട്ട് മാറ്റി? മീ ആയിട്ട് എഴുതും. ഇവിടെ എന്തുകൊണ്ട് ടു ആയെന്ന് മനസ്സിലായല്ലോ. അപ്പം നോൺ എന്ന V3യിലാണോ അവസാനിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ ബൈ ചേർക്കരുത്, പകരം ടു ചേർത്ത് പറയണം. പാസീവ് വോയിസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈ. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് പാർട്സ് ഓഫ് സ്പീച്ച്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ്? ബോട്ടിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബോട്ടിൽ എന്ന് പറയുന്നത് എന്താണ് നോക്കിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നൗൺ ആണെന്ന് കരുതും. എല്ലാവരും നൗൺ ഓപ്ഷനിൽ എ എഴുതും. എന്നാൽ തെറ്റാണ്, നൗൺ തെറ്റാണ്. നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചേ. പ്ലീസ് ബോട്ടിൽ എല്ലാം ദയവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഓൾ ദ സ്ട്രോബെറീസ്. സ്ട്രോബെറീസ് നൗണാണ് കേട്ടോ. ഓൾ ദീസ് സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈ. കഴുകി ഉണക്കി, ഈ സ്ട്രോബെറീസ് കഴുകി ഉണക്കി ബോട്ടിലാക്കണം. എന്ത് ചെയ്യുന്നൂടെ? ബോട്ടിലാക്കണം. ബോട്ടിൽ നിറയ്ക്കണം. ഇതിൽ നിറയ്ക്കണം. പ്ലീസ് നിറയ്ക്കണം. ഇവിടെ ബോട്ടിൽ എന്ന് പറയുന്നത് നിറയ്ക്കുക എന്നർത്ഥമാണ് കേട്ടോ. ബോട്ടിൽ നിറയ്ക്കുക എന്ന അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിറയ്ക്കുക. പ്ലീസ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. എന്ത് ചെയ്യുന്നൂടെ? ഈ ബോട്ടിൽ നിറയ്ക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം ബോട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ വെർബായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, നൗൺ അല്ല, വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറീസ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഇനി എന്താണ് ഈ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കിന് പറയുന്ന പേരാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കിന് പറയുന്ന പേരാണ്. വിശേഷിപ്പിക്കുന്ന വാക്കിന് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണോ, സ്ട്രോബെറീസ്, ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. ദീസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ദീസ്, ദോസ്, ദീസ്, ദോസ്, ദിസ്, അതുപോലെ ദാറ്റ്, ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്ജക്റ്റീവ് എന്നാണ്. എന്ത് അഡ്ജക്റ്റീവാണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ്സിന് എക്സാമ്പിൾ ദീസ്, ദോസ്, ദിസ്, ദാറ്റ്. ഈ ഇതിന് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാറുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവാണ് അതിൻ്റെ പേര്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ദീസ് ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു തൊട്ടടുത്തൊരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. Nowadays, trucks of this company dash preferred by most of the drivers. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം ഫില്ല് ചെയ്യാനാണ്. 6 ഓപ്ഷനിലുണ്ട്. ഈസ് ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഇവിടെ ട്രക്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വെർബ് വരണം 6ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും 6 കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് V3 വന്നെന്ന്. ഇതൊരു പാസീവ് വോയിസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ്. ബൈ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്, പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ കഴിഞ്ഞാൽ എന്ത് വരാം? V3 വരാം. അതായത് വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബായിട്ട് ഈസ്, ആം, ആറ് പ്ലസ് V3 കണ്ട, ഇതാണ് ഇവിടെ ആർ പ്ലസ് V3 വന്നിരിക്കുന്നു. ഇനി വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്ലസ് അതുപോലെ വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ് ഈ സാധനം. അപ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ആർ പ്ലസ് V3 യുടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കി. ചോദ്യം ഇങ്ങനെയാണ്: ജോൺ ഹാസ് നെവർ ഹാഡ് എ കോറൽ വിത്ത് ഹിസ് വൈഫ്. നമുക്ക്
ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസും ഉണ്ട് ഹാഡും ഉണ്ട്. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഡൗട്ട് മാറ്റിക്കോ. ഇവിടെ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, നെവർ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ് ചെയ്യണം. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഇത് ഓക്സിലറി അല്ല, V3 ഫോമിലെ വെർബാണ്. അപ്പോൾ V3 ഫോമിലെ വെർബ് ഹാസ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നത്. ഇവിടെ വെർബിനെയാണ് ഈ ഹാഡ് സൂചിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ഓക്സിലറി അല്ല, നമുക്ക് ഓക്സിലറി ഹാസ് ആണ്. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാസ് ഹി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് ഓപ്ഷൻ? എ ഓപ്ഷനാണ്. ജോണിന് പകരം ഹി എടുക്കുന്നു. ഹാസ് ഹി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് ഓക്സിലറി ആണോ? ഇല്ല. ഇവിടെ വെർബ് ഇല്ലാത്തതുകൊണ്ട് ഈ ഹാഡ് നമ്മൾ എന്തായിട്ട് എടുത്തു? V3 ഫോമിലെ വെർബായിട്ട് എടുത്തു. ജോൺ ഹാസ് നെവർ, നെവർ വരുന്നത് സെന്റൻസ് നെഗറ്റീവ് ആണ്. ഹാർഡ് എന്ന് പറയുന്നത് V3 ഫോമിലെ വെർബായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. രോഹിത് ഡാഷ് ഇൻ ഡൽഹി ഫോർ ദ ലാസ്റ്റ് 5 years. കണ്ടല്ലോ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകൾ. ഉത്തരം ഈസ് ലിവിങ് ഉണ്ട്, ലിവ്സ് ഉണ്ട്, ഹാസ് ബീൻ ലിവിങ് ഉണ്ട്, ഹാവ് ബീൻ ലിവിങ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING വരണം. പ്ലസ് ING. ഇവിടെ സിൻസ് ഫോർ വന്നിട്ടുണ്ട്. ഫോർ നമുക്ക് ഉത്തരം ഏത് വരാം? ഒന്നെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. ഇനി രോഹിത് എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് ബീൻ പ്ലസ് ING. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. When I dashed the school, the PTA meeting had already begun. കണ്ടല്ലോ, ഇവിടെ had already began. കണ്ടോ, had plus V3. സെന്റൻസിന്റെ ഒരു ഭാഗം had പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് V2, സെക്കൻഡ് പാർട്ടിൽ V2 ഉത്തരമായിട്ട് വരും. അപ്പൊ നോക്കണോ, ഇവിടെ had പ്ലസ് V3, അതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരണം? V2 റീച്ച്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് സ്കൂളിന് മുന്നിൽ ദാ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് സ്കൂള്, അതുപോലെ കോളേജ്, അതുപോലെ ടെമ്പിള്, അതുപോലെ ഹോസ്പിറ്റല്, അതുപോലെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾക്ക് അതാത് കാര്യങ്ങൾക്കാണ് പോകണമെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും വേണ്ട, നോ ആർട്ടിക്കിൾ. അതിൻ്റെതായ ധർമ്മങ്ങൾക്കാണ് പോകണമെങ്കിൽ നോ ആർട്ടിക്കിൾ. എന്നാൽ അതർ പർപ്പസിനാണ് പോകണമെങ്കിൽ ദാ ചേർത്ത് വേണം. ഇവിടെ PTA മീറ്റിങ്ങിനാണ് പോകണം, സ്കൂളിൻ്റെ പർപ്പസ് പഠിക്കാനാണ്. PTA മീറ്റിങ്ങിന് പോയതുകൊണ്ടാണ് ദ അവിടെ ചേർത്ത് ദ സ്കൂൾ എന്ന് പറഞ്ഞു. ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റീച്ച് ദ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയിലിരിക്കുക അതുകൊണ്ട്. ഇനി ആൾറെഡി വരുന്ന സെന്റൻസുകളിൽ ഹാഡ് പ്ലസ് V3 ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഹാഡ് ഓൾറെഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിനെ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നു. അതില്ല എങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റും എഴുതാം. അവിടെ ആൾറെഡി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. മനു വിൽ ഗോ ഡാഷ് ദ ബസ് ഡാഷ് 7:30 ബസ്. കണ്ടല്ലോ, ഇന്ന ഓപ്ഷനിലുണ്ട്, ബൈ ഉണ്ട്, ഓൺ ഉണ്ട്, ഫോർ ഉണ്ട്. ഏതാണ് ഉത്തരം? നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത്, ചില കുട്ടികൾ ബൈ എഴുതും, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓണാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. കാരണം ബസ് വാഹനങ്ങളുടെ പേരിന് മുന്നിൽ നമ്മൾ എപ്പോഴും ചേർക്കുന്ന പ്രിപ്പോസിഷൻ ബൈ ആണ്. ഇവിടെ ബസ് എന്ന് പറയുന്ന വാഹനമാണ്, അപ്പോൾ ബൈ ആണ് ചേർക്കേണ്ടിയിരുന്നത്. പക്ഷേ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ, വാഹനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ വലിയ വാഹനങ്ങളുണ്ട്, വലുത്, അതേപോലെ ചെറുത്. ഇനി ബസ്, പിന്നെ അതേപോലെ ഷിപ്പ്, അതുപോലെ ട്രെയിന്, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ വലുതാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ A and B അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൈ, അതുപോലെ അവർ, അതുപോലെ യുവർ, അതുപോലെ ഹിസ്, അതുപോലെ ഹെർ, ഇറ്റ്സ്, ദെയർ. ഇതിനെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓണ് ചേർത്ത് പറയണം. ബൈ ചേർക്കരുത്, ഓണ് ചേർക്കണം. ഇവിടെ നമ്മുടെ ബസ്സിൻ്റെ മുന്നിലായിട്ട് എന്ത് വന്നിട്ടുണ്ട്? ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതുകൊണ്ട് അവിടെ നമുക്ക് ഓൺ ചേർക്കാം. ഇനി ചെറിയ വാഹനങ്ങൾ, കാറ്, അതുപോലെ എന്ത് ചെയ്യും? വാന്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? വാന്, അതുപോലെ ഓട്ടോ, ജീപ്പ്, ഇങ്ങനെയുള്ള ചെറിയ വാഹനം, അവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചേർക്കരുത്, പകരം ഇന്ന് ചേർത്ത് വന്നു.
ഐ ആം കമ്മിങ് ഹിയർ ഇൻ മൈ കാർ. മൈ കാർ എന്നുണ്ട് ഇന്ന് ചേർക്കുന്നത്. എന്നാൽ ഐ ആം കമ്മിങ് ഹിയർ ബൈ കാർ എന്ന് പറയും. ബൈ കാർ. വെറും കാറ്, ബസ്, ലോറി ഇങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് വരുന്നതെങ്കിൽ, വെറും വാഹനങ്ങളുടെ പേരാണെങ്കിൽ ബൈ ചേർക്കുക. വാഹനങ്ങളുടെ പേരിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ വലുതും ചെറുതും നോക്കി ഇന്നല്ലെങ്കിൽ ഓണ് ചേർത്ത് പറയുക. ഓക്കെ. ടൂ വീലേഴ്സിന്റെ പേരിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് വരുന്നതെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്നല്ല ചേർക്കുന്ന ഓണ് ചേർത്ത് പറഞ്ഞ. ബൈക്ക്, സ്കൂട്ടർ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ബൈസൈക്കിൾ, ഇവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഓണ് ചേർത്തിട്ട് പറയണം. മൃഗങ്ങൾക്ക് മുകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഓണ് ചേർത്തിട്ട് പറയണം. മൃഗങ്ങൾക്ക് ഓൺ ആൻഡ് എലിഫന്റ് ഒക്കെ നമ്മൾ പറയും. അടുത്ത് നോക്കിയേ. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് പാർട്ട് ഇൻ ദ സെന്റൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണെന്നാണ് വിളിക്കുന്നത്. ദ അത്ലറ്റ് റാൻ വിത്ത് എ ഗ്രേറ്റ് സ്പീഡ്. വിത്ത് എ ഗ്രേറ്റ് സ്പീഡ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആഡ്വെർബ് എന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, വേർബും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആഡ്വെർബ് എന്ത് ചെയ്യുന്നവിടെ ഫ്രൈസും തന്നിട്ടുണ്ട്, അതുപോലെ ആഡ്വെർബ് ക്ലോസും തന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവും തന്നിട്ടുണ്ട്. നമുക്കിതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് റാൻ എന്ന് പറയുന്ന വാക്കിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. ഇത് ഒരു വാക്ക് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ വാക്കുകൾ വെച്ചിട്ട് അതിനെ കുറച്ചും കൂടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ധാരാളം വാക്കുകൾ വെച്ചിട്ടാണ് ഒരു എന്ത് ചെയ്യുന്നൂടെ വെർബിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആഡ്വെർബ് ഫ്രേസ് എന്ന് പറയും. എന്തെന്ന് പറയും? ആഡ്വെർബ് ഫ്രേസ് എന്ന് പറയും. വാക്കുകൾ ചേർത്ത് ആഡ്വെർബിന്റെ രൂപത്തിലാക്കി വെർബിനെ വിശേഷിപ്പിച്ച് പറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വെർബിന് കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് എ ഗ്രേറ്റ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാക്കുകൾ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ആഡ്വെർബ് ഫ്രേസ്. അതുപോലെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്. കുറേ വാക്കുകൾ ചേർത്ത് പറയുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗണിന് മുന്നിൽ വരുന്ന വാക്കുകൾ. ഇവിടെ അത്ലറ്റ് എന്ന് പറയുന്നത് നൗണാണ്, അതിൻ്റെ മുന്നിൽ ദായം വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇത്രയും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നൗൺ ഫ്രേസ്. ഇനി പ്രിപ്പോസിഷൻ ഫ്രേസ് ഉണ്ട്. തന്നിരിക്കുന്ന സെന്റൻസിലെ പ്രിപ്പോസിഷനും അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന ഭാഗത്തെ മുഴുവനായി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻ ഫ്രേസ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഫ്രേസ് നമുക്ക് വിത്ത് എ ഗ്രേറ്റ് സ്പീഡിനെ വേണമെങ്കിൽ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്ന് കൂടെ പറയാം. ഇവിടെ നമുക്ക് അതൊന്നുമില്ല, നമുക്ക് ആഡ്വെർബ് അല്ലെങ്കിൽ ഫ്രേസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന് പറയുന്ന പേര് ആഡ്വെർബ് ഫ്രേസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. വരുന്ന പരീക്ഷകളിൽ എല്ലാവരും ഇത്തരം ക്ലാസ്സുകൾ കണ്ട് ഉപകാരപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടോപ്പിക്ക് പല എന്ത് ചെയ്യുന്നുണ്ട് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. എല്ലാവരും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.